നമ്മുടെ ഈ ചാനലിൽ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ അസീം കമ്പനി അവതരിപ്പിക്കുന്ന ഞാൻ പറഞ്ഞായിരുന്നു. ഈ അസീം കമ്പനി മുഹമ്മദ് ആസം ഭായി എന്നൊക്കെ പറഞ്ഞൊരു നല്ല രസമുള്ളൊരു കക്ഷിയുണ്ടായിരുന്നു. ഈ ആസം ഭായിയാണ് അസീം കമ്പനിയുടെ ഉടമസ്ഥൻ. അദ്ദേഹം അവതരിപ്പിക്കുന്ന മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രാർത്ഥന പിക്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് എടുത്തൊരു പടമായിരുന്നു മിസ്റ്റർ കേരള എന്ന് പറയുന്നത്. 1969 പുറത്തിറങ്ങിയ പടമായിരുന്നു ഈ മിസ്റ്റർ കേരള. അത് സംവിധാനം ചെയ്ത് ജി വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ 1897, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലമായപ്പോഴേക്കും പ്രസിദ്ധ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് നോവലുകൾ, സയൻസ് ഫിക്ഷൻ നോവലുകളൊക്കെ എഴുതുന്ന എച്ച് ജി വെൽസ് എഴുതിയ ഒരു വളരെ പ്രസിദ്ധമായി തീർന്നൊരു പുസ്തകമുണ്ട്, ദി ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന അദൃശ്യ മനുഷ്യൻ. അത് ചിത്രകഥാ രൂപത്തിലും സിനിമാ രൂപത്തിലും TV ഫിലിമായിട്ടും ഒക്കെ ധാരാളം വേർഷൻസ് അതിൻ്റെ ഈ അദൃശ്യ മനുഷ്യൻ്റെ വന്നിട്ടുണ്ട്. 1964 നമ്മുടെ ഹിന്ദി ഗായകൻ കിഷോർ കുമാർ, അദ്ദേഹം ഒരു നടനും കൂടിയായിരുന്നല്ലോ. അപ്പം അദ്ദേഹം മേജർ റോളിൽ അഭിനയിച്ച മിസ്റ്റർ എക്സ് ഇൻ ബോംബെ എന്ന് പറഞ്ഞ ഒരു പടവും കൂടെ വന്നിട്ടുണ്ട്. അതിൽ സെയിം കഥയായിരുന്നു. ജി വെൽസിൻ്റെ ഇൻവിസിബിൾ മാൻ്റെ കഥ എടുത്തിട്ടായിരുന്നു അത് ആ പടം ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ ഇന്നാൾ 2000 ആണ്ടിലോ ഇതിലൊക്കെ TV ഇതൊക്കെ വന്നിരുന്ന പടമുണ്ട്, ദി ഹോളോ മാൻ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്തും അങ്ങനത്തെ പടങ്ങളൊക്കെ അതുപോലത്തെ പടങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. രസമുള്ളൊരു സബ്ജക്റ്റാണ്. ശങ്കർ എടുത്ത പടം ഉണ്ടല്ലോ, തമിഴ് പടം, കാതലിനാന്ന് തോന്നുന്നു. അതിൽ പ്രഭുദേവ ഡാൻസ് ചെയ്യുന്നൊരിതില് മുക്കാല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ. അപ്പൊ ഇതില് ഈ വെടിവെക്കുമ്പോൾ മുഖം മാത്രം അപ്രത്യക്ഷമാകുന്നു, കൈ പോകുന്നു, കാല് പോകുന്നു, എന്നിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രം തൊപ്പി അടക്കം നിന്നിട്ട് ഡാൻസ് ചെയ്യുന്നതായിട്ടുള്ള അത് ഗ്രീൻ സ്ക്രീൻ മാറ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു ടെക്നിക്കാണത്. അതൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പ് മലയാളത്തിൽ ചെയ്തൊരു സാധനമായിരുന്നു. അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തൊരു പടമായിരുന്നു ഈ മിസ്റ്റർ കേരള എന്ന് പറയുന്നത്. ഈ പടത്തില് പ്രേം നസീർ ചെയ്യുന്ന വേഷം എന്ന് പറഞ്ഞ ഒരു യുവ ശാസ്ത്രജ്ഞൻ്റെതാണ്. നസീറിന്റെ സീനിയർ ആയിട്ടുള്ളത് പ്രൊഫസർ ആയിട്ട് വരുന്നത് മുത്തയ്യയാണ്. മുത്തയ്യ നല്ല സീനിയർ സയന്റിസ്റ്റ് ആണ്. മുത്തയ്യയ്ക്ക് ഒരു മകളുണ്ട്, ഷീലയാണ്. ഈ ഷീലയും ഇവർ രണ്ടുപേരും, നസീറും മുത്തയ്യയും കൂടെയാണ് ഈ ഗവേഷണം നടത്തുന്നത്. ഇവരുടെ ഗവേഷണത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവര് വൈദ്യശാസ്ത്രത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിന് പ്രതിവിധിയായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവർ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നസീറും മുത്തയ്യായിക്കൂടെ. അപ്പൊ ഇവരുടെ ഈ പരിശ്രമത്തിന് മുത്തയ്യയുടെ മകള് ഷീല സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഈ സഹായം ഇതൊക്കെ ആയിട്ട് നസീറും ഷീലയും തമ്മിൽ പ്രണയത്തിലുമാണ്. ഇതാണ് ഈ പടത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പരീക്ഷണത്തിനിടയ്ക്ക് ഇവര് ചില മരുന്നുകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ക്യാൻസർ ബാധിച്ച ഒരു പൂച്ചയെ ഇവർ വളർത്തുന്നുണ്ട്. അപ്പൊ ഈ പൂച്ചയില് ഇവർ ഈ മരുന്ന് കുത്തിവെച്ച് നോക്കും. ഇഞ്ചെക്ട് ചെയ്തിട്ട് പൂച്ചയ്ക്ക് വരുന്ന ഇതറിയാനായിട്ട് ഇവർ ഇത് കുത്തിവെച്ച് നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ മരുന്ന് ഇതിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ ഉടനെ ഈ പൂച്ച അങ്ങ് അപ്രത്യക്ഷമായി പോവുകയാണ്. പൂച്ചയുടെ സാന്നിധ്യം നമുക്കറിയാം, പൂച്ചയുടെ കരച്ചിൽ കേൾക്കാം, പക്ഷേ പൂച്ചയെ കാണാൻ പറ്റുന്നില്ല. ഇത് അദൃശ്യനായിപ്പോയി, ഈ പൂച്ച അദൃശ്യമായിപ്പോയി. അങ്ങനെ ഇതവർക്ക് വലിയൊരു അത്ഭുതമായിട്ട് മാറുവാണ്. അപ്പൊ ഈ മരുന്ന് ഇവരെടുത്ത് സൂക്ഷിച്ചു വെക്കും. കാരണം ഇതിനൊരു മരുന്നൂടെ കണ്ടുപിടിക്കണല്ലോ, എന്നാലല്ലേ മറുമരുന്നൂടെ കണ്ടുപിടിച്ചാലേ പൂച്ചയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൂച്ചയുടെ മുകളിലേക്ക് ഒരു ടവൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ടവല് കാണാൻ പറ്റും, പൂച്ചയുടെ ഷേപ്പിൽ ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അതല്ലാതെ ഇതെന്താണെന്നുള്ള ഈ പൂച്ചയെ കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുവാണ് ഇവര് മറുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഗവേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് നസീറിന്റെ വീട്ടിൽ വലിയ സാമ്പത്തിക സൗകര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. നസീറിന്റെ ഒരു അമ്മയും ഒരു സഹോദരിയുണ്ട്. ഈ സഹോദരിയായിട്ട് വരുന്ന ജൂനിയർ പത്മിനി എന്ന് പറഞ്ഞൊരു നടിയാണ്. ഈ ജൂനിയർ പത്മിനി എന്ന് പറഞ്ഞാൽ അന്ന് ആ കാലത്തൊക്കെ കുട്ടി പത്മിനി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ആ കുട്ടി പത്മിനി അല്ല, പിന്നെ ഒറിജിനൽ പത്മിനി എന്നിപ്പോൾ ഇതിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നെറ്റിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ഒറിജിനൽ തിരുവിതാംകൂർ സിസ്റ്റേഴ്സിലുള്ള പത്മിനിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ആയിരിക്കും വരുന്നത്. ഇതില് മേരാനൻ ജോക്കറിലും രാജ് കപൂറിന്റെ കൂടെ വേറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശിവാജി ഗണേശന്റെ കൂടെ, ഇവിടെ നസീറിന്റെ സത്യന്റെ ഒക്കെ കൂടെ, വിവാഹിത, ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിച്ച മഹാനടിയാണ് പത്മിനി എന്ന് പറയുന്നത്. അസാമാന്യ ഡാൻസും.
ആ പത്മിനിയല്ല, ഇത് ജൂനിയർ പത്മിനി എന്ന് പറഞ്ഞൊരു നടിയാണ്. കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇരുട്ടിന്റെ ആത്മാവ്, ലവ് ഇൻ കേരള, അങ്ങനെയുള്ള ചില പടങ്ങളിലൊക്കെ വന്നിരിക്കുന്നതാണ് ഈ ജൂനിയർ പത്മിനി എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ ധനികനായിട്ടുള്ള ഒരാളുണ്ട്, ജി കെ പിള്ള. ഈ ധനികൻ ജി കെ പിള്ളയുടെ മകനാണ് ഇയാളെ, ഈ നസീറിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്ത്രീധനം, കാര്യം ധനികനൊക്കെ ആണെങ്കിലും അയാൾക്കും സ്ത്രീധനം, മകനെ കെട്ടിച്ച കാശ് അയാൾക്ക് വേണം. അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾക്ക് പ്രേം നസീറിന് ഈ പൈസ കൊടുക്കാനായിട്ട് മാർഗ്ഗമില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ 10,000 രൂപയോ മറ്റോ ജി കെ പിള്ളയ്ക്ക് നസീർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ പൈസ കൊടുക്കാതെ ഇനി വീട്ടിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഈ സഹോദരിക്ക് വരുന്നു. സഹോദരി അമ്മയെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ നസീറിൻ്റെ കയ്യിൽ അലമ്പുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയല്ലേ നീ പൈസ, നീ വലിയ എന്തിനാ ഏറ്റത്, പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ വേറൊരു കഥാപാത്രം, നസീറിന്റെ ഒക്കെ സുഹൃത്തിനെ പോലെയൊക്കെ നിന്ന ഒരു കഥാപാത്രം, സുഹൃത്തല്ല, കെ പി ഉമ്മറിന്റെ ഉണ്ട്. പുള്ളിയാണ് ഇതിൻ്റെ അകത്ത് ഒരു വില്ലൻ. കെ പി ഉമ്മർ, പുള്ളി ഈ ജി കെ പിള്ളയുടെ അടുക്കൽ ഒരു 10,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകില്ല. പുള്ളി അവിടെ ഉള്ള ഹോട്ടലിൽ, അവിടെ ഒരു വലിയ പോഷ് ഹോട്ടലും ഒക്കെ ഉള്ള സ്ഥലമാണിത്. അവിടെ ഹോട്ടലിൽ പുള്ളി പോയിട്ട് ചീട്ടുകളിയും ഇതൊക്കെ ആയിട്ടൊക്കെ കഴിയുന്ന ഒരു മനുഷ്യനാണ് കെ പി ഉമ്മർ എന്ന് പറയുന്നത്. മദ്യപാനം, ചീട്ടുകളി, ക്ലബിൽ ഡാൻസ്, അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ് കെ പി ഉമ്മർ. അപ്പൊ പുള്ളി ഈ പൈസ കൊടുക്കാഞ്ഞിട്ട് ജി കെ പിള്ള എൻ്റെ കാശ് തിരികെത്താ എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മറിനെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ഈ ഉമ്മറിനെ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട വിജയലളിത, പഴയ ഒരു സിനിമ താരമാണ് വിജയലളിത എന്ന് പറഞ്ഞാൽ. പണ്ട് ഒത്തിരി പടങ്ങളിൽ ഈ കൗബോയ് ടൈപ്പ് ഹീറോയിൻസ് വരുന്ന കുറെ പടങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ വന്നിരിക്കുന്ന സ്റ്റണ്ട് ആർട്ടിസ്റ്റ്. പിന്നെ നമ്മുടെ കൊച്ചിൻ എക്സ്പ്രസിലും ഒക്കെ ഉണ്ട് വിജയലളിത. നല്ല രസമുള്ളൊരു നടിയായിരുന്നു വിജയലളിത. വിജയലളിത അവിടെ വെച്ച് പരിചയപ്പെടും. ഉമ്മറിന്റെ കാമുകിയാണ്. അപ്പൊ അവളോട് പറയും, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, നീ എങ്ങനെ, പക്ഷെ എനിക്ക് ഇന്ന പോലെ കടമുണ്ട്, ആ കടം വീട്ടിയാലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, നീ ഒരു കാര്യം ചെയ്യും പറഞ്ഞ് ഇവളെ നിർബന്ധിച്ച് ഈ ഹോട്ടലിൽ കാബറെ ഡാൻസിനൊക്കെ വിടും. അങ്ങനെ ഇവള് കാബറെ ഡാൻസും ഒക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി ഉമ്മറിന് കൊടുക്കും. ഈ പൈസ ഉമ്മർ കൊടുത്തിട്ട് കടം വീട്ടണമെന്നാണ് സങ്കല്പം. പക്ഷേ ഉമ്മർ ഈ കാശൊന്നും കടം വീട്ടാനായിട്ടൊന്നും ഉപയോഗിക്കില്ല. നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാനും പുള്ളിയിട്ട് കൂട്ടാക്കുന്നില്ല, കാശിട്ട് കൊടുക്കുന്നുമില്ല. അങ്ങനെ കാശ് കൊടുക്കാനെന്നുള്ള വ്യാജേന ഒരിക്കൽ ഉമ്മർ ജി കെ പിള്ളയുടെ വീട്ടിൽ ചെല്ലും. അപ്പൊ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നസീറിന് ഇരിക്കപ്പുറതി ഇല്ലാതെ വന്ന് ഈ നസീറിന്റെ പെങ്ങളെ കെട്ടിച്ചതിന്റെ സ്ത്രീധനം കൊടുക്കാനുണ്ടല്ലോ, ബാക്കിയല്ല, സ്ത്രീധനത്തൊക്കെ കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. അപ്പൊ നസീർ സ്വന്തം വീടും പറമ്പും കൂടെ, പുരയിടവും കൂടെ പണയപ്പെടുത്തിയിട്ട് 10,000 രൂപ സംഘടിപ്പിച്ച് ഈ കാശ് ജി കെ പിള്ളയ്ക്ക് കൊടുക്കാൻ ചെല്ലുവാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഉമ്മർ ഈ പൈസയായിട്ട് അവിടെ പൈസ കൊടുക്കാനെന്നുള്ള രൂപത്തിൽ അവിടെ ചെല്ലുന്നതും. ഇവർ തമ്മിൽ വാക്കേറ്റം ഇതൊക്കെ ഉണ്ടാക്കി ജി കെ പിള്ളയെ ഉമ്മർ കൊന്നുകളഞ്ഞിട്ട് ഈ ഉമ്മർ അവിടുന്ന് സ്ഥലം വിടും. പൈസ ഒന്നും കൊടുക്കില്ല. ഉമ്മർ അവിടുന്ന് സ്ഥലം വിട്ടു പോയിട്ട് പോലീസിൽ അറിയിക്കും. അപ്പം നസീർ വരുന്ന ഉമ്മർ കാണും. കണ്ടിട്ട് പോലീസിൽ വിളിച്ചു പറയും, ഇന്ന പോലെ ഇയാൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, അവിടുന്ന് വെടിവെച്ചോ എന്നൊക്കെ കേട്ടു, നോക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അന്വേഷിച്ച് പിടിച്ചു വരുമ്പം നസീറിന്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്. നസീർ ഈ മൃതദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ്. അപ്പം നസീറാണ് ഈ ജി കെ പിള്ളയെ കൊന്നത്. അത് ജി കെ പിള്ളയുടെ മകനെ കെട്ടിയിരിക്കുന്നതാണല്ലോ. അപ്പൊ അവന് സ്ത്രീധനം കൊടുക്കാനില്ലാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഇത് കൊടുക്കാതിരിക്കാനാണെന്നൊക്കെ പറഞ്ഞു കൊന്ന് കേസായി. ഇത് പെങ്ങൾക്കും അളിയനും പോലും ഇത് നസീർ ചെയ്തു എന്നുള്ള രീതിയിൽ അവർ വിശ്വസിക്കുകയാണ്. അങ്ങനെ നസീർ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വരും. എല്ലാവരും നസീറിനെ സംശയിക്കുകയാണ്. പോലീസ് പുറകെ ഉണ്ട്. നസീറാണ് പാവം, പുള്ളി ഒരു സയന്റിസ്റ്റാണ്. പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു കൊലപാതകം ചെയ്യാനുള്ളതൊന്നുമില്ലല്ലോ. പുള്ളി ഓടി ഈ ലാബിൽ വരും. ലാബറട്ടറിയിൽ വന്നിട്ട് ഇവർ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിരുന്ന അദൃശ്യനാകാനായിട്ടുള്ള മരുന്നെടുത്ത് കഴിക്കും. കഴിച്ചു കഴിയുമ്പോൾ നസീർ അദൃശ്യനാകും. പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ, ആരും കാണുകയല്ലോ. പക്ഷെ ഇത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഇയാൾ ഇപ്പോൾ ഒരു അദൃശ്യനാണ്, ഒന്നും കാണാനില്ല. അപ്പോൾ ഒരു കോട്ട് എടുത്തിട്ട്, കറുത്ത നിറത്തിലുള്ള ഒരു കോട്ട് എടുത്തിടുവാണെങ്കിൽ ആ കോട്ട് ഇടുന്ന അത്രയും ഭാഗം കാണാൻ പറ്റും. കാതലില് മറ്റേ ഇയാള് പ്രഭുദേവ ഡാൻസ് കളിക്കുന്ന സീനൊന്നും ഓർത്താൽ മതി, അത്രയും തെളിഞ്ഞു വരും. അല്ലാതുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റാണ്ട് വരും. ഇങ്ങനെ ഇയാൾ വലിയ ഓവർകോട്ടും പാൻറ്റും ഷൂസും തൊപ്പിയും കണ്ണടയൊക്കെ വെച്ച് മുഖത്തിങ്ങനെ മൂടി ഒരു സാധനമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത്രയും ഭാഗം കാണാൻ പറ്റും, ശബ്ദമൊക്കെ കേൾക്കാം. അങ്ങനെ ഇയാൾ സഞ്ചരിക്കാൻ തുടങ്ങി, കാമുകിട്ടൊക്കെ ചെല്ലുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ നസീറിനെ ഈ പരുവത്തിൽ, ഈ വേഷവിധാനത്തിൽ, വിചിത്രമായിട്ടുള്ള വേഷവിധാനത്തിൽ കണ്ട് ഉമ്മറിന് മനസ്സിലാകും. ഉമ്മറിന് നസീറിനോട് വിരോധമുണ്ട്. ഉമ്മറിന് മനസ്സിലായി ഈ വേഷം ഇത് കൊള്ളാം, ഈ വേഷത്തിൽ എന്തെങ്കിലും ചെയ്ത്, കാരണം വളരെ
അങ്ങനെ ഒരു അസാധാരണമാണ്. അങ്ങനത്തെ ഒരു വേഷത്തിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വേഷത്തിൽ നടന്ന് എന്ത് കാട്ടിക്കൂട്ടിയാലും ഇത് നസീറിന്റെ തലയിൽ വരും എന്നുള്ളത് ഉമ്മറിന് മനസ്സിലാവും. ഈ നസീറിന് ഈ വേഷം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ അടൂർ ഭാസിയാണ്. അടൂർ ഭാസിക്ക് അവിടെ ഒരു അലക്ക് കമ്പനിയൊക്കെ ഉണ്ട്. ഒരു ഈ ഡ്രൈ ക്ലീനിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ ഈ പലരും പല രീതിയിലുള്ള സാധനങ്ങൾ, ഡ്രസ്സുകൾ ഇളക്കാൻ പറ്റുന്നത്, അതിൻ്റെ അകത്ത് കോട്ടും സൂട്ടും അതും ഇതെല്ലാം ഉണ്ടാകും. അപ്പം അങ്ങനെ വരുന്ന സാധനങ്ങളാണ് നസീറിൻ്റെ സുഹൃത്താണ് അടൂർ ഭാസി. അടൂർ ഭാസി ഈ സാധനങ്ങൾ എടുത്തിട്ട് നസീറിന് കൊടുത്തിട്ടാണ് നസീർ ഈ വേഷം കെട്ടി നടക്കുന്നത്. ഈ അടൂർ ഭാസിക്ക് ഒരു പ്രണയമുണ്ട്. അടൂർ ഭാസിയുടെ പേര് ടിപ് ടോപ്പ് എന്നാണ്. ടിപ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ടിപ് ടോപ്പായിട്ട് നടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടം പോലെ സാധനം ഡ്രസ്സുകളോടെ വരുമല്ലോ. അപ്പം ഇതിൽ നിന്ന് പുള്ളി അലക്കിയെടുത്ത് ആരുടെ ആണെങ്കിലും പുള്ളി ഇട്ടുകൊണ്ട് നടക്കും. അപ്പം ഒരു ദിവസം ഇട്ട ഷർട്ടായിരിക്കില്ല, അടുത്ത ദിവസം അതല്ല, ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ പലരുടെ ഡ്രസ്സുകൾ മാറിയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ഒരു കോമഡി സാധനം കൂടെയാണത്. ഈ അടൂർ ഭാസിക്ക് ടിപ് ടോപ്പിന് ഒരു കാമുകിയുണ്ട്. ഈ കാമുകി എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മറിന്റെ വീട്ടിലെ വേലക്കാരിയാണ്. അപ്പോൾ ഉമ്മറിന്റെ പല ചെയ്തികളും അടൂർ ഭാസി ഈ പെണ്ണിനോട് ചോദിക്കും. പെണ്ണ് ഇതെല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അടൂർ ഭാസി ഈ രഹസ്യങ്ങൾ അറിയുകയും അടൂർ ഭാസി ഈ രഹസ്യങ്ങൾ നസീറിന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു അന്തർധാര നടക്കുന്നുണ്ട്. അങ്ങനെ ഈ നസീറിന്റെ വേഷവും ഇതെല്ലാം കണ്ട ഉമ്മർ എന്ത് ചെയ്തെച്ചാൽ ഇതുപോലത്തെ ഒരു കോട്ടും തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ സംഘടിപ്പിച്ചിട്ട് പുള്ളി നടന്ന് അവിടുത്തെ ബാങ്കുകളിൽ കയറി കൊള്ളയടിക്കുക, മറ്റു പല രീതിയിലുള്ള കൊള്ളരുതാഴികൾ കാണിക്കുക, മോഷണങ്ങൾ ഇതെല്ലാം നടത്തിയിട്ട് പുള്ളി രക്ഷപ്പെട്ടു പോകും. ഈ കുറ്റം മുഴുവൻ നസീറിന്റെ തലയിലാകുന്നു. അങ്ങനെ പോലീസൊക്കെ നസീറിനെ എവിടെ കണ്ടാലും പിടിക്കാനായിട്ട് പറ്റുമല്ല, അദർശ്യനാണല്ലോ. അങ്ങനെ ഇട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര രസമുള്ള സീനുകളൊക്കെ ഉണ്ട്. അന്നത്തെ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആളില്ലാതെ മോട്ടോർ വേക്ക് ഓടുക. നമ്മൾ മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നില്ലേ, ആളില്ലാതെയുള്ള സൈക്കിൾ ഓടിപ്പോകുന്നത്, അങ്ങനത്തെ ഈ മോട്ടോർ സൈക്കിൾ ഓടിപ്പോവുക, വിചാരിച്ചിരിക്കാതെ അവിടുന്ന് ഒരു ഇടി വരുന്നു, ഇവിടുന്ന് ഒരു ഇടി വരുന്നു, ഇങ്ങനെ പറയുന്ന ഫൈറ്റ് സീനുകൾ, ഇങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള സീനുകളൊക്കെ ആയിരുന്നു ഈ പടത്തിലുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുത്തയ്യയുടെ, നമ്മുടെ നസീറിന്റെ സീനിയറായിട്ടുള്ള ആളുടെ, സീനിയർ സയന്റിസ്റ്റിന്റെ മകള് ഷീലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഷീലയെ ഉമ്മർ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ഉമ്മറിന് ഷീലയോട് കലശലായിട്ടുള്ള പ്രേമം, എങ്ങനെയെങ്കിലും ഷീലയെ സ്വന്തമാക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ്. അതേ സമയത്ത് മുത്തയ്യയുടെ ഗവേഷണം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട്. മുത്തയ്യ ഈ മരുന്നിന്, അതായത് ഈ അദൃശ്യനായി പോകുന്ന ആ മരുന്നിന് പ്രതിവിധിയായിട്ടുള്ളൊരു മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഷീലയെ സ്വന്തമാക്കാനായിട്ട് ഉമർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മുത്തയ്യയെ കൊണ്ട് തടവിലാക്കും. തടവിൽ ഇയാളുടെ രഹസ്യ സംഘത്തിൽ കൊണ്ടുപോയിട്ട്, അത് ഇയാളുടെ വീടിൻ്റെ അടിവശം അവിടെ കണ്ടുള്ളൊരു സങ്കേതമാണ്, അങ്ങനെ കൊണ്ട് മുത്തയ്യയെ തടവിലാക്കിയിട്ടിട്ട് ഷീലയെ നിർബന്ധിച്ച് കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വിവരങ്ങൾ അവിടുത്തെ വേലക്കാരി പറഞ്ഞിട്ട്, ഉമറിനെ കൊണ്ട് ഈ ചെയ്തിരിക്കുന്നത്, ഉമറിന്റെ വേലക്കാരി പെണ്ണ് അടൂർ ഭാസിയോട് പറഞ്ഞ്, അങ്ങനെ അടൂർ ഭാസി നസീറിനോട് പറഞ്ഞ്, നസീർ ഈ കാര്യങ്ങൾ അറിയും. നസീർ അങ്ങനെ ഇവിടെ ചെയ്ത് വരും. അവസാനം ഉമ്മറും നസീറുമായിട്ടൊരു ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അജ്ഞാതന്റെ അദൃശ്യനായിട്ടുള്ള വ്യക്തിയുടെ ഇടിയാണല്ലോ. അങ്ങനെ ഇടി ഉണ്ട്, ഉമ്മർ വല്ലാണ്ടായി പോകും. അങ്ങനെ ഇടിയുടെ മൂർധന്യത്തിൽ ഉമ്മറിനെ നസീർ കീഴ്പ്പെടുത്തിയിട്ട് ഉമ്മറിന്റെ കയ്യിൽ ഈ അദൃശ്യ രൂപത്തിൽ നിന്ന് ദൃശ്യരൂപത്തിലേക്ക് വരാനായിട്ടുള്ള മറുമരുന്ന് ഉമ്മർ കൈക്കലാക്കി ഈ കുപ്പി എറിഞ്ഞ് പൊട്ടിച്ച് കളയാൻ തുടങ്ങും. അത് പൊട്ടിച്ചു പോയാൽ പിന്നെ രക്ഷയില്ലല്ലോ. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാൽ ഈ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈ കുപ്പി പൊട്ടിക്കാൻ പോകുമ്പം അവിടെ ഉണ്ടായിരുന്ന ഇവരുടെ ഈ പൂച്ച ഇതിൻ്റെ നേരെ, ഉമ്മറിൻ്റെ നേരെ ചാടിയിട്ട് ഈ കയ്യെ തട്ടിയിട്ട് ഈ മരുന്ന് നേരെ വന്ന് നസീറിൻ്റെ കയ്യിൽ വന്ന് വീഴുകയും നസീർ ഈ സാധനം കഴിക്കുകയും ചെയ്തിട്ട് അദൃശ്യമായിട്ടുണ്ടായിരുന്ന അവസ്ഥ മാറി ദൃശ്യ രൂപത്തിലേക്ക് നസീർ എത്തുകയും ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉമ്മറിനെ കീഴ്പ്പെടുത്തി അങ്ങനെ കാര്യങ്ങളെല്ലാം പോലീസുകാരും നാട്ടുകാരും ഒക്കെ അറിയുന്നു. ഉമ്മറിനെ ഇവര് അറസ്റ്റ് ചെയ്യുന്നു. നസീറിന്റെ നിരപരാധിത്വം തെളിയുന്നു. അങ്ങനെ വന്നിട്ട് നസീറും ഷീലയും കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് തങ്ങളുടെ ഗവേഷണമൊക്കെ തുടർന്ന് പോകുന്നതായിട്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതില് ഭാസ്കരൻ മാസ്റ്റർ രചിച്ച് വിജയ കൃഷ്ണമൂർത്തി, രണ്ടുപേരാണ്, വിജയ കൃഷ്ണമൂർത്തി ട്യൂൺ ചെയ്ത 6 ഗാനങ്ങളും ഉണ്ടായിരുന്നു. ഗാനങ്ങളൊന്നും അത്ര വലിയ അങ്ങോട്ട് ഫേമസ് ഒന്നും ആയൊന്നുമില്ല. 6 പാട്ടുകളുണ്ടായിരുന്നു. എന്താണെങ്കിലും മലയാളത്തിലെ ആദ്യകാല സയൻസ് ഫിക്ഷൻ എന്ന വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റി വന്ന ഈ മിസ്റ്റർ കേരള എന്ന് പറയുന്നത് ഒരു നല്ല സക്സസ് ആയി തീർന്നൊരു പടമായിരുന്നു. പക്ഷെ ഇപ്പോഴതിൻ്റെ പ്രിന്റുകൾ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞത്.
താങ്ക് യു.